ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ക്രഷ് നല്ലോണം തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ വന്ന് ഒരുപാട് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. കാരണം കൺമണിയോട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്കത് പുറത്തു തരണം, മാപ്പാക്കി തരണം. കൺമണി എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി അവൾ എന്നോട് ഇങ്ങോട്ട് മിണ്ടണം എന്നൊക്കെയുള്ള ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ നമ്മുടെ വിനായകൻ ആ ഉണ്ണി നമ്പൂതിരി വന്ന് നമ്മുടെ ക്രിസാറെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ കൃഷി ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ പേരെങ്ങനെ അറിയാം, നിങ്ങളാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ നമ്പൂതിരിയാണ്, എൻ്റെ പേര് വിനായകൻ, ഉണ്ണി നമ്പൂതിരി എന്ന് വിളിക്കും. മുത്തശ്ശൻ വയ്യാതെ കിടക്കുക, അതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ശാന്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേരെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ കൃഷ്. ആ സമയത്ത് ഉണ്ണി നമ്പൂതിരി പറയുന്നുണ്ട്, മുത്തശ്ശൻ ഉള്ള സമയത്ത് ഞാൻ ഒരിക്കൽ മുത്തശ്ശൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് സാറിനെയും പിന്നെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ആ ചേച്ചിയുടെ പേര് എനിക്ക് മറന്നുപോയി എന്നൊക്കെയുള്ള ഇതിൽ പറയാൻ കേട്ടോ. കൺമണി എന്ന് പറയുന്നുണ്ട്. ആ ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും എവിടെ, ആ ചേച്ചി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിന് വിഷമത്തോടു കൂടി കൃഷി പറയുന്നുണ്ട്, അത് ഇപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്താ പിണങ്ങിയോ എന്ന് ചോദിക്കാൻ കേട്ടോ ഉണ്ണി നമ്പൂതിരി. പിണക്കമല്ല, അത് വലിയ രീതിയിലായി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിലൊരു വലിയൊരു അകൽച്ച ഉണ്ടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് സങ്കടം പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വിഷമിക്കണ്ട, അതൊക്കെ സൗന്ദര്യ പിണക്കല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. ആ ചേച്ചിയും ഏട്ടനും ഭയങ്കര സ്നേഹത്തിലാണെന്ന് എനിക്കറിയാം. ഒരിക്കലും നിങ്ങൾക്ക് പിരിയാനോ അകലെയാനോ ഒന്നും പറ്റില്ല. ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം എന്തായാലും അതിനൊരു വഴി കാണിച്ചു തരും, നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നല്ലോണം മനസ്സുരുകി തന്നെയാണ് ഇവിടുത്തെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. എങ്കിൽ പേടിക്കണ്ട, ചേച്ചിയായിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും കേട്ടോ, പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഉണ്ണി നമ്പൂതിരി ഇവിടുത്തെ ശാന്തിയല്ലേ, ഒന്ന് ഭഗവാനോടൊന്ന് പറയൂ, എത്രയും പെട്ടെന്ന് കൺമണി എനിക്കൊന്ന് കാണണം, അവളോടൊന്ന് മിണ്ടണം, അവളുമായിട്ടുള്ള ആ ഒരു പിണക്കം മാറിക്കിട്ടണം എന്ന് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ പ്രാർത്ഥിച്ചോളാം, അതിനെന്തായാലും ഉത്തരം കിട്ടും. സാർ ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് കൃഷ്ണന് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ കൃഷി നമ്മുടെ കൺമണി എന്തായാലും ആ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാവുന്നുള്ള രീതിക്ക് രാത്രിക്ക് നമ്മുടെ കൺമണിയെ വിളിക്കുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കൺമണിക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി റൂമിലേക്കൊന്ന് വിളിച്ചാൽ മതി, ഹരിസാർ പറഞ്ഞിട്ടുണ്ട് മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഫുഡും വാങ്ങി നമ്മുടെ കൺമണി ഇരിക്കുന്ന സമയത്താണ് കൃഷി വിളിക്കുന്നത്. അങ്ങനെ കൃഷിൻ്റെ ഫോൺ ഒരു രീതിയിലും കൺമണി എടുക്കാൻ കൂട്ടാക്കാതെ 2ഉം 3ഉം വരെയൊക്കെ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണനാണെങ്കിൽ ഒരുപാട് സങ്കടം ആവുന്നുണ്ട്, ഇവളെന്താ ഫോൺ എടുക്കാത്തത്, ഇനി എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്നൊക്കെയുള്ള ഇതിൽ കൃഷി ആലോചിക്കുകയാണ്. അങ്ങനെ കൺമണി പാവം തോന്നിയിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺമണി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഹലോ കൺമണി, നീ ഫോൺ എടുത്തല്ലോ, എനിക്ക് സമാധാനമായി, നീ എന്തെങ്കിലും ഒന്ന് മിണ്ട്, എന്തെങ്കിലും ഒന്ന് പറയും. സോറി കൺമണി, സോറി, ഞാൻ നിൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി അതിനൊന്നും ഉത്തരം മിണ്ടുന്നില്ല. എന്നാലും ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനുള്ള മനസ്സെങ്കിലും നീ കാണിച്ചല്ലോ, അപ്പോൾ എൻ്റെ സോറി നീ അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിനക്ക് മിണ്ടാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടണ്ട, എനിക്ക് നീ ഫോൺ അറ്റൻഡ് ചെയ്ത് തന്നെ വലിയ ആശ്വാസവും സമാധാനമായി. ശരി കൺമണി, നീ ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് കൃഷി ഫോൺ കട്ട് ചെയ്തിട്ട് അതിന് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. കൺമണിയാണെന്നുണ്ടെങ്കിൽ കൃഷിൻ്റെ ആ ഒരു സഹതാപത്തോടുള്ള വാക്കുകളൊക്കെ കേട്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. മിണ്ടണമെന്നുണ്ടെങ്കിൽ പോലും വാശി കൊണ്ട് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ കൺമണി. പിന്നീട് കയറി ചെല്ലുന്ന കൃഷിനെ കാത്ത് ആൻറ്റിയമ്മ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മയെ മൈൻഡ് ചെയ്യാതെ കൃഷി മുഖം ഇങ്ങോട്ട് തിരിച്ച് കയറി പോവുകയാണ്. എന്താടാ ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാത്തവരുടെ കൂടെ മിണ്ടാനോ അവരെ കാണാനൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എന്താണ് നീ പറയുന്നത്, നീ മാനസ മോളെ തല്ലിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ തല്ലി, ഏത് നേരവും എൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങി നടന്നാൽ ഞാൻ തല്ലിയെന്ന് വരും, അവളെ കൊല്ലേണ്ടതാണ്, ഞാൻ പിന്നെ എൻ്റെ മനുഷ്യത്വം വെച്ച് ഞാൻ അവളെ കൊല്ലാതിരുന്നതാണ്, അടിയിൽ ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നീ അത്രയ്ക്കായോ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിയെ നീക്ക് എങ്ങനെയാടാ തല്ലാൻ തോന്നിയത്, അവളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടവനാണ് നീയെ, ഞാനാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളതെങ്കിൽ ഞാൻ ആ കല്യാണവും നടത്തിയിരിക്കും, നിന്നെ ഞാൻ ഒരു രീതിയിൽ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആൻറ്റമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ കൺമണിക്കാണ് സ്ഥാനം, എനിക്ക് മാനസേ വേണ്ട, ഇനി അതിന് വേണ്ടി എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ എനിക്ക് ആൻറ്റിയമ്മ
മനഃപൂർവ്വം അവൾക്ക് പനി വരുത്തിച്ച് എൻ്റെ കൂടെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും വൃത്തികെട്ട ആ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ നിങ്ങൾക്കൊക്കെ തന്നെ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ തട്ടിക്കയറുന്നുണ്ട് കൃഷി. ഈ സമയത്ത് ആൻറ്റിയമ്മയ്ക്ക് ദേഷ്യം വന്ന് നമ്മുടെ കൃഷിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്താടാ നീ കരുതിയത്? നന്ദികേടും എന്നോടാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്നെ കൊല്ലേണ്ടതാണ്. ഞാനും ഇപ്പോൾ നീ മാനസയെ തല്ലിയ പോലെ ഞാൻ തല്ലിൽ ഒതുക്കുകയാണ്. നീ അടങ്ങി ഒതുങ്ങി നിന്നോളണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിന് കിട്ടില്ല എന്നൊക്കെ കൃഷി പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, നീ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഇവിടെ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ചോളണം. നീ മാനസയെ കല്യാണം കഴിച്ച് അവൾ പറയുന്നതും കേട്ട് നീ ഇവിടെ നിന്നോളണം. അല്ലെങ്കിൽ ഈ ആൻറ്റിയമ്മ ആരാന്ന് നീ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ പെർമിഷൻ ആവശ്യമുള്ളൂ. ഞാൻ ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ കൃഷി അവിടെ നിന്ന് തന്നെ സ്വയം ഇറങ്ങി പോവുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ മാനസയുടെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കൃഷി എന്താ പറഞ്ഞത്? അവൻ എവിടേക്ക് ഈ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, അവൻ പെട്ടെന്ന് ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന് കോൾ വന്നതുകൊണ്ട് അവൻ പെട്ടെന്ന് പുറത്ത് പോവുകയാണ്. അവൻ ഇപ്പോൾ വരും, പേടിക്കേണ്ട, ഞാനത് സംസാരിച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ, മാനസയും അതുപോലെ തന്നെ മാനസയുടെ അമ്മയെയും. പിന്നീട് നമ്മുടെ കൃഷി നേരെ ചെല്ലുന്നത് ആ ഒരു ഓഫീസ് സ്റ്റാഫിൻ താമസിക്കുന്ന ആ റൂമിലേക്ക് തന്നെയുണ്ട്. കാരണം അവിടെ തന്നെ ഇന്ന് രാത്രി അഭയം തേടാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടേക്ക് പോവുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കൺമണി അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് വാതിൽ വന്ന് തട്ടുന്നത് കേട്ട് പോയി തുറക്കുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി അവർ അവിടെ വെച്ച് കാണുകയാണ് കേട്ടോ. എന്തായാലും ഇവരെത്രത്തോളം അകലാൻ ശ്രമിച്ചാലും ദൈവങ്ങൾ ഇവരെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൺമണി ആകെ അന്തം വിടുന്നുണ്ട്. കൺമണി വീഴാൻ പോകുന്നത് നമ്മുടെ കൃഷി അങ്ങോട്ട് താങ്ങി പിടിക്കുകയാണ്. കൺമണി ഇവിടെ എന്താ കൃഷി സാർ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെയുള്ള രീതി ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കൃഷും അതുപോലെ തന്നെ കൺമണി അവിടെ കണ്ടതുകൊണ്ട് തന്നെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കൺമണി പെട്ടെന്ന് തന്നെ ആ ഒരു ദേഷ്യം അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എണീക്കുന്നുണ്ട്. കൺമണി, നീ എന്നോട് ക്ഷമിച്ചില്ല, നിനക്കിപ്പോഴും എന്നോട് പിണക്കം മാറില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൺമണി അതിനൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ കാണിച്ച് ഈ നന്ദി കേടുന്ന് ഞാൻ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇതൊന്നും മറക്കില്ല, ഞങ്ങൾക്ക് പുറത്ത് തരികയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കൺമണി, ഞാൻ നിന്നോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ, ഇനിയും എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് നീ ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിത് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ നിങ്ങൾ ഈ നന്ദികേട് കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നോട് നന്ദികേട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ആ കൊടും കാട്ടിൽ നിൻ്റെ കൂടെ വന്ന് ആ രാത്രി ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് എത്തിയത്? അതൊക്കെ നിനക്കൊന്ന് ആലോചിച്ചിട്ട്, നിന്നെ ഞാൻ എത്ര തവണ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, നിനക്ക് കൂട്ടായി നിന്നിട്ടുണ്ട്. അതെന്താ നീ ആലോചിക്കാത്തത്? ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോഴും അത് മനസ്സിൽ വെച്ച് നടക്കുകയാണോ? ചെയ്ത ഉപകാരങ്ങളൊന്നും മനസ്സിൽ വെച്ച് അതിന് കണക്ക് ചോദിക്കുന്ന നിങ്ങളെപ്പോലെ നന്ദി കെട്ട ആളൊന്നുമല്ല ഞാൻ. നിങ്ങളെ ഞാനും പലതവണയായിട്ട് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങളെ മരണത്തിൽ നിന്ന് പോലും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാതെ ഞാൻ ആ ചെയ്ത് കൊടുത്ത സഹായങ്ങളും ഉപകാരങ്ങളും പുറത്ത് പറഞ്ഞ് നന്ദികേട് കാണിക്കുന്നവളല്ല നിങ്ങളെപ്പോലെ എന്നൊക്കെ പറഞ്ഞത്. നീ അത് വിട്ടേക്ക് കൺമണി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കുകയാണ് കേട്ടോ കൃഷും കൺമണിയും. പക്ഷേ കൺമണിയും കൃഷി ഒരു സൗന്ദര്യ പണിക്കൻ എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കേട്ടോ. അവർക്ക് ഒരിക്കലും അങ്ങനെ ദേഷ്യവും വെറുപ്പും കാണിച്ച് അങ്ങോട്ട് മാറി നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ശരീരം കൊണ്ട് അകന്നാലും മനസ്സുകൊണ്ട് അവർ ഒന്നിക്കുക തന്നെയാണ് കേട്ടോ അവിടെ ചെയ്യുന്നത്.